I have a privilege to say a couple of words about today's people saying the testimony. First of all, we have a sister. Her name is Manjima. She is going to share her testimony. Manjima was born not like you and me. She has got one hand. You can see her image, but God is having a plan about you. When you are having some disability, God is using in a different direction. That is the way thy name is glorified. When she was born with that kind of difficulty, her family members have some kind of prejudice to her. Her family gone through a really tough time, but Almighty God cornered, and she became a really star in the state of Kerala as well as the university area. When we are having both hands, what we are doing, what we can do with the kingdom, but with the left hand, she can write beautifully, she can get high score in the university school examinations. And now she last 2 weeks before, her mom came to our Zoom meeting, she shared her testimony. Now the university girl, she has so many issues, but God is guiding her in a most mighty way. And Manjima, you can unmute yourself, join our meeting next 10-15 minutes time. You can share your testimony. Just after that, the servant of God is also in our midst, and he will be joining in our meeting after that. Thank you. സ്തോത്രം. താങ്ക് യു സോ മച്ച് അങ്കിൾ. എന്നെ ഫസ്റ്റ് ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി പറയുന്നു ദൈവത്തിന്റെ നാമത്തില്. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഇതിനു മുമ്പ് 2 ആഴ്ച മുമ്പ് എന്റെ അമ്മ ഇതിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിസ്റ്റർ സന്ധ്യ. അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ പറ്റിയൊക്കെ. അങ്ങനെയാണ് അങ്കിള് എന്നെ വിളിച്ച് അപ്രോച്ച് ചെയ്യാൻ ഇടയായത്. അപ്പം താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ അങ്കിളിന് വിളിച്ചതിന്, ഇൻവൈറ്റ് ചെയ്തതിന് ഒത്തിരി നന്ദി പറയുന്നു. സകലവും ദൈവനാമത്തിന് വേണ്ടി ഓരോന്നും ഇത്രത്തോളം ദൈവം അടിനെ ആക്കി തീർത്തു. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഈ അവസരം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ദൈവമാണ് ഒരുക്കി തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ആദ്യം തന്നെ ഞാൻ 6th പഠിക്കുമ്പോഴാണ് ഞാൻ വിശ്വാസത്തിൽ വന്നത്. അമ്മ പറഞ്ഞതുപോലെ അമ്മ ഫസ്റ്റ് വിശ്വാസത്തിൽ വന്ന് പിന്മാറി പോവുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പം അമ്മ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഞാൻ 6th പഠിക്കുന്ന സമയത്താണ് അമ്മയെ നമ്മള് എല്ലാരും ഒരു വിശ്വാസത്തിൽ അത്രയും പ്രബലപ്പെട്ട് അങ്ങനെ കണ്ടത് ഞാൻ 6th വന്നതിന് ശേഷമാണ്. അപ്പം അമ്മ ചർച്ചിൽ പോകും, കൂടെ ഞങ്ങളും പോകും. അന്ന് അച്ഛൻ വിശ്വാസത്തിൽ വന്നിട്ടില്ല. അപ്പൊ നമ്മളും അമ്മയുടെ കൂടെ ഇരുന്ന് നമ്മളും പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ 6th പഠിക്കുന്ന സമയത്ത്. അന്നൊക്കെ ദൈവത്തില് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ വിശ്വാസത്തിൽ അങ്ങനെ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയമായിരുന്നില്ല. വിശ്വാസം എന്ത് വന്നാലും കർത്താവെ ഫസ്റ്റ് മറ്റുള്ള ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന സമയത്തും അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ഭയങ്കര വിശ്വാസിയോ ഹിന്ദുമതത്തിൽ ആയിരിക്കുന്ന സമയത്തൊന്നും ഭയങ്കര വിശ്വാസിയോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ ദൈവത്തെ അമ്മ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് എനിക്ക് ഉള്ളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. സത്യദൈവാണ്. ഒന്നും അറിയില്ല ദൈവത്തിനെ പറ്റി, ഒന്നും അറിയില്ല വെച്ചാൽ ക്ലാസ്സും ഒന്നും കിട്ടാറില്ലായിരുന്നു ആ സമയത്ത്. അപ്പം പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ഭയങ്കര ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, കർത്താവ് സത്യദൈവാണ്. അപ്പൊ എന്ത് വന്നാലും കർത്താവിന്ന് മാത്രം ആയിരുന്നു അന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ 6th തൊട്ട് ഒരു എക്സാം എഴുതി. അങ്ങനെ നവോദയയില്, ജവഹർ നവോദയ വിദ്യാലയത്തില് നമ്മുടെ ഡിസ്ട്രിക്റ്റില് അവിടെ അഡ്മിഷൻ കിട്ടുവാൻ ദൈവം സഹായിച്ചു. അപ്പൊ അവിടുന്ന് വെച്ചാല് 6th അപ്പൊ പോയപ്പം തന്നെ അവിടെയും റെസിഡൻഷ്യൽ സ്കൂളാണ്. അപ്പൊ ഒന്നുമില്ല, സൺഡേസില് ആരാധന കിട്ടൂല, മറ്റൊരു പ്രാർത്ഥനയോ ക്ലാസ്സോ ഒന്നും കിട്ടൂല, ഫോൺ വരെ അലോഡ് അല്ല. അപ്പം ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഫോൺ വിളിക്കാം, ഫോണ് തരും, അതും ടൈമിങ്സ് വെച്ചിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു അവിടുത്തേത്. പക്ഷെ അവിടെ ഫസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ദൈവം അവിടെയും എന്നെ ഞാൻ പോലും അറിയാതെ, ശരിക്കും ഞാൻ ഒന്നും പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷെ ഞാൻ പോലും അറിയാതെ ദൈവം ശരിക്കും എന്നെ അവിടെ, ഇപ്പം
പുറകോട്ട് ആലോചിക്കുമ്പോൾ ശരിക്കും ദൈവം നടത്തി, അന്നൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു ദൈവമാണ് ഇങ്ങനെ നടത്തുന്നത് ഒന്നും. ദൈവം എന്റെ കൂടെ ഉണ്ട്, അതായത് മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അത്രക്കും ഒരു അനുഗ്രഹമാണ്. ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എസ്പെഷ്യലി അമ്മ, പിന്നെ എന്റെ ബ്രദേഴ്സ്. അപ്പൊ അങ്ങനെ മറ്റ് അനേക ദേവദാസന്മാര്. അപ്പൊ നമ്മൾ വിശ്വാസത്തിൽ വന്ന സമയത്തൊക്കെ കുറെ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ പോകുന്ന ചർച്ചിലാണെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു പ്രാർത്ഥനയാല്. അപ്പൊ അവരുടെയൊക്കെ പ്രാർത്ഥന എന്റെ ജീവിതത്തില് അത്രയും അനുഗ്രഹമായിരുന്നു എന്നൊക്കെ ഇന്നാണ് പുറകോട്ട് ആലോചിക്കുമ്പം അത്രയും മനസ്സിലാവുന്നത്. അപ്പൊ അവിടുന്ന് സ്കൂളിൽ നിന്നും ഓരോ സമയത്ത് സ്കൂളിലോട്ട് പോകാൻ വേണ്ടി ഹോസ്റ്റലിൽ നിന്ന് റെഡിയായി ലേറ്റ് ആയിട്ട് ഓടുമ്പോഴൊക്കെ എന്നാ കർത്താവെ വിളിച്ചോണ്ട് ഇങ്ങനെ, മീൻസ് ലേറ്റ് ആയിട്ട് ആ ഒരു ടെൻഷനിലൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴും എന്നാ ദൈവത്തിന്റെ ആ ഒരു കൃപ ശരിക്കും ഇപ്പൊ ആലോചിക്കുമ്പോ എത്രത്തോളം അന്ന് എന്നെ വഴി നടത്തി എന്ന് ഇപ്പൊ ആലോചിക്കുമ്പോ ആണ് മീൻസ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അവിടെയും ദൈവം ഒരു 6th-ലായിരിക്കുമ്പോഴൊന്നും പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് വരെ അറിയില്ല. അപ്പൊ ഞാൻ ഫോൺ വിളിച്ചാൽ പറയും, അമ്മ പറയും ഇന്ന സങ്കീർത്തനങ്ങൾ എല്ലാ ദിവസവും വായിക്കണം. അപ്പം നേരം ഇങ്ങനെ എന്നാ മോക്ക് പറ്റുന്ന പോലെ പ്രാർത്ഥിച്ചാൽ മതി, അങ്ങനെയൊക്കെ വിളിക്കുന്ന സമയത്ത് പറയും. അപ്പൊ നമ്മളൊക്കെ ഒന്നും ടെൻഷൻ അടിക്കും. ഞാൻ പറയാം എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയും, അത് സാരില്ല, പ്രാർത്ഥിക്കുന്ന പോലെ അറിയുന്ന പോലെ പ്രാർത്ഥിച്ചാൽ മതി, നമ്മളെല്ലാരും പ്രാർത്ഥിക്കുന്നില്ലേ. അങ്ങനെ ഓരോന്ന് ടെൻഷൻ പറയുമ്പോഴും അമ്മ ഇത് ബൈബിളിൽ നിന്ന് അന്നേരം അമ്മക്ക് അറിയുന്ന പോലെയും ഒക്കെ ഓരോന്ന് പറഞ്ഞു തരും. പിന്നെ വെക്കേഷന് പോകുന്ന സമയത്ത് ചർച്ചിൽ പോകുമ്പം അതും ഭയങ്കര അനുഗ്രഹമായിരുന്നു. അങ്ങനെയൊക്കെ നവോദയയിലായിരിക്കുന്ന സമയത്ത് ശരിക്കും വെച്ചാൽ ആ ഒരു 6th-7th ഒക്കെ സമയത്ത് ഞാൻ അമ്മ വിശ്വാസത്തിൽ വന്നത് കൊണ്ട് ഞാനും വിശ്വാസത്തിൽ വന്നു. അങ്ങനെ എന്റെ മറ്റുള്ളവര് ഇപ്പം ചോദിച്ചാൽ നീ എന്തുകൊണ്ടാ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ ശരിക്കും ഒരു പക്ക അവർക്ക് മീൻസ് മനസ്സിലാകുന്ന തക്കവണ്ണം ഒരു പക്ക ആൻസർ പറയാൻ എൻ്റെ അടുക്ക ഒരു ആൻസർ ഉണ്ടായിരുന്നില്ല. അമ്മ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അത്രക്കും വിശ്വസിക്കുന്നു. അപ്പം എനിക്കും ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു വിശ്വാസമാണ്, ഇതാണ് സത്യദൈവം. ആ ഒരു വിശ്വാസത്തിലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, അമ്മേനോടും പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു 8th-9th ഒക്കെ ആയിരിക്കുന്ന ആ ഒരു സമയത്താണ് ശരിക്കും ബൈബിളിൽ നിന്ന് കുറച്ചെങ്കിലൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാൻ ഒക്കെ തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെയാണ് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനിയും ഞാൻ വെറുതെ വിശ്വസിക്കുന്ന പറയുന്നത് പോലെയല്ല, ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് പഠിക്കാനുണ്ട്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് എന്നൊക്കെ ആ ഒരു സമയത്താണ് 8th-9th ആ ഒരു സമയത്തൊക്കെയാണ് മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പൊ പിന്നെ നേരം ഭയങ്കര ബൈബിളിൽ നിന്ന് ഒത്തിരി പഠിക്കണം എന്ന് മീൻസ് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവിടുന്നും ആരാധനയ്ക്ക് പോകാനൊന്നും പിന്നെയും പറ്റുന്നില്ല. പക്ഷെ എന്നാലും ബൈബിള് വായിക്കാൻ ഒത്തിരി ശ്രമിച്ചു. പക്ഷെ എന്നാലും അവിടുത്തെ ഹോസ്റ്റലിലായിരിക്കുമ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാനോ അങ്ങനെ വിശ്വാസമുണ്ട്, പക്ഷെ അങ്ങനെ ബൈബിളിൽ നിന്ന് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ മനസ്സിലാക്കണം, ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെ പോയിരിക്കുന്ന സമയത്താണ് പിന്നെ 10th ഒക്കെയും ദൈവമാണ് ശരിക്കും എന്നെ ഞാൻ നേർക്ക് ഹോസ്റ്റലിൽ നിന്ന് ഞാൻ നേർക്ക് പ്രാർത്ഥിക്കുന്ന കൂടി ഉണ്ടായിട്ടില്ല. പക്ഷെ മറ്റുള്ളവരുടെ ഒത്തിരി പേരുടെ പ്രാർത്ഥനയാല് ശരിക്കും ദൈവം എന്നെ അവിടെ വഴി നടത്തി. ഓരോ സമയത്തും ശരിക്കും ദൈവം തന്നെ ഓരോ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം തന്നെ പഠിപ്പിച്ചു തരുക എന്ന് പറയുന്നത് പോലെ ഇപ്പം ശരിക്കും ആ ഒരു സമയത്ത് നമ്മൾ ആരും ഒന്നും അറിയില്ല. ദൈവമാണ് നടത്തുന്നത്, ദൈവമാണ് ഓരോന്ന് ഈ സാഹചര്യങ്ങൾ ദൈവമാണ് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. എനിക്കിപ്പം പുറകോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ദൈവമാണ് ശരിക്കും ഓരോ സാഹചര്യങ്ങൾ ദൈവമാണ് എനിക്ക് ഒരുക്കി തന്നത്. അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലായി. പിന്നെ ഈ 10th-11th ആയിരിക്കുന്ന സമയത്ത് 11th കഴിയുന്ന സമയത്താണ് കൊറോണ ടൈം വന്നത്. അപ്പാണ് ശരിക്കും എനിക്ക് മീൻസ് ദൈവത്തോട് അത്രയും അടുക്കാൻ പറ്റിയത് ശരിക്കും ഈ കൊറോണ ടൈമിലാണ്. അവിടുന്ന് ഒത്തിരി വചനങ്ങൾ, അന്നേരം ഓൺലൈൻ ക്ലാസ് ആയപ്പം ഒത്തിരി വചനങ്ങൾ കേൾക്കാനും ഒത്തിരി ബൈബിളിൽ നിന്ന് വായിക്കാനും ഒക്കെ പറ്റി. ദൈവം സഹായിച്ചു. പിന്നെ കൊറോണ ടൈമില് ദൈവം ശരിക്കും നമുക്ക് വേണ്ടി ഒരു ICPF എന്ന് പറയുന്നത് ഇന്റർ കൊളേജിയറ്റ് പ്രെയർ ഫെലോഷിപ്പ്, അത് ഒത്തിരി കേരളത്തിലെ ഒത്തിരി ഡിസ്ട്രിക്ട്സിലുണ്ട്, ഓൾമോസ്റ്റ് ഡിസ്ട്രിക്ട്സിലുണ്ട്. അപ്പം അതും ദൈവം ശരിക്കും, ഞാൻ ഫസ്റ്റ് എന്റെ ഏട്ടൻ ഓൾറെഡി ICPF മെമ്പർ ആയിരുന്നു. അപ്പം ക്യാമ്പിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ അത് മുഖാന്തരം മീൻസ് എന്നോട് ഞാൻ 11th കഴിഞ്ഞ് 12th-ലായിരിക്കുന്ന സമയത്ത് അപ്പൊ ഏട്ടൻ എന്നോട് ഓൺലൈൻ പ്രേയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, മീറ്റിങ്ങില് കയറണേന്ന് പറയും, പ്രെയർ മീറ്റിങ്ങില്.
അപ്പം ഞാൻ ഫസ്റ്റ് 12th ആണ് വേണ്ട, അങ്ങനെ മീൻസ് പഠിക്കാനൊന്നും സമയമില്ല, നിനക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടൻ പറയും, ഇല്ല ഇത് പ്രാർത്ഥിക്കാൻ കുറച്ച് സമയം ചെലവഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, മറ്റുള്ള വിഷയങ്ങൾക്ക് വേണ്ടി അവര് മീൻസ് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒത്തിരി യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെലോഷിപ്പ് ആയിരുന്നു അത്. അപ്പം കയറിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് മടിച്ചിരുന്നു. പിന്നെ ICPF നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്യുന്ന ലീഡർ ഉണ്ട് ദേവദാസൻ. അപ്പം അങ്ങനെ ഒരു ദിവസം സംസാരിക്കാൻ ഇടയായി, അങ്ങനെ മീറ്റിങ്ങിൽ കയറാൻ ഇടയായി. ശരിക്കും ICPFന്റെ മീറ്റിംഗ് എന്റെ ജീവിതത്തിൽ ശരിക്കും വലിയൊരു ഇമ്പാക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ പ്രാർത്ഥനാ ജീവിതത്തില് മീൻസ് എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഇഷ്ടം വന്നത് ദൈവം അന്നേരം നമ്മളെ അനുഗ്രഹിക്കും. അപ്പൊ മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടുന്നത് കാണും വലിയൊരു സന്തോഷം. അതൊക്കെ ശരിക്കും അനുഭവിച്ചറിയാൻ കഴിഞ്ഞത് ഈ മീറ്റിംഗില് കൂടുവാൻ മീൻസ് ഇടയാതെ കൊണ്ടാണ്. അപ്പം ICPF അതൊക്കെയും ദൈവം ജീവിതത്തിൽ ഒരുക്കി തന്ന വലിയൊരു, ഇപ്പവും ICPFന്റെ ഇതോടെ ഒരു മെമ്പർ ആയിട്ട് മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കുന്നു. 12th അന്നേരം ആ ഒരു സമയത്ത് ഓൺലൈൻ ക്ലാസ്, ഒരു 2 years ഓൺലൈൻ ക്ലാസ് നമുക്ക് എല്ലാവർക്കും അറിയാം കൊറോണയുള്ള സമയത്ത്. അപ്പൊ അന്നേരം എന്ന് വെച്ചാല് ഞാൻ ഒന്നും പഠിക്കുന്നുണ്ടായില്ല. പഠിക്കുന്ന കാര്യത്തിനേക്കാളും കൂടുതൽ ഞാൻ അന്നേരം കോൺസെൻട്രേറ്റ് ചെയ്തത് എന്റെ ശരിക്കും ബൈബിളിൽ നിന്ന് പഠിക്കാനായിരുന്നു. അന്നേരം ശരിക്കും ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് ബൈബിളിൽ നിന്ന് എങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കുക. ആ സമയത്ത് ശരിക്കും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ മീൻസ് ദൈവം സഹായിച്ചു. അപ്പൊ അന്ന് ഞാൻ നവോദയയിലായിരിക്കുമ്പോഴേ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും മീൻസ് സ്നാനപ്പെടുന്ന അച്ഛനും ഒക്കെ പിന്നെ വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെടുന്ന സമയത്ത് ഞാൻ ഇപ്പോഴേ മീൻസ് എന്നോട് ചോദിക്കുമ്പോൾ ഇപ്പൊ സ്നാനപ്പെടേണ്ട ആ ഒരു തീരുമാനം, ഞാൻ ഇനി നവോദയയിൽ നിന്ന് പുറത്തിറങ്ങി 12th കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ബൈബിളിൽ നിന്ന് ഒന്നും അറിയാതെ വെറുതെ സ്നാനപ്പെടണ്ട, അപ്പം എന്തെങ്കിലും അറിഞ്ഞിട്ട് സ്നാനപ്പെടാന്നൊക്കെ ആ ഒരു തീരുമാനം ഞാൻ നവോദയയിൽ നിന്ന് എടുത്തായിരുന്നു. അപ്പം ഈ ഒരു കൊറോണ ടൈമില് ഒത്തിരി പഠിക്കാൻ ഇടയായപ്പം ഞാൻ കരുതി ഓക്കെ സ്നാനപ്പെടാന്ന് വിചാരിച്ചു. പക്ഷെ ദൈവം പിന്നെയും ആ ഒരു സമയത്ത് ശരിക്കും ഞാൻ അന്ന് മുമ്പ് ചിന്തിച്ചത് 12th കഴിഞ്ഞിട്ട് ഒത്തിരി മീൻസ് പഠിക്കാൻ പറ്റിയിട്ട് ബൈബിളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റിയിട്ട് അങ്ങനെ 12th കഴിഞ്ഞിട്ട് സ്നാനപ്പെടാന്ന്. പിന്നെയും ഈ കൊറോണ ടൈമിൽ കുറച്ച് പഠിച്ചപ്പോഴാണ് ഞാൻ സ്നാനപ്പെടാന്ന് ആ ഒരു മീൻസ് തോന്നലുണ്ടായത്. പക്ഷെ പിന്നെ ദൈവത്തിന്റെ പ്ലാന് 12th കഴിഞ്ഞിട്ട് തന്നെ ഞാൻ അന്ന് ആഗ്രഹിച്ചതുപോലെ ശരിക്കും 12th കഴിഞ്ഞിട്ട് ദൈവം ആ ഒരു കൊറോണ ടൈം ഈ ജാനുവരി 2022 ഈ ഇയർ ജാനുവരിയിലാണ് സ്നാനപ്പെടാൻ ദൈവം സഹായിച്ചത്. അപ്പൊ അങ്ങനെ അന്ന് മീൻസ് നമ്മള് ചിന്തിക്കുന്ന, ഞാനിപ്പം ആലോചിക്കുന്ന, ഞാൻ അന്ന് ചിന്തിച്ചത് ശരിക്കും ദൈവം എന്നെ അങ്ങനെ ഞാൻ ചിന്തിച്ചത് ഓക്കെ കുറച്ച് പഠിച്ചപ്പോ ആയി എന്നാണ്. പക്ഷെ ആയിനല്ല, മീൻസ് സ്നാനപ്പെടാന്നുള്ള ഇത് വന്നപ്പം പക്ഷെ ദൈവം എന്നെ കുറച്ചുകൂടി ഒരുക്കിയിട്ടാണ് ശരിക്കും സ്നാനപ്പെടുത്തിയത്. ഞാൻ പിന്നെയും വേറെ ഹോസ്റ്റലിലോട്ട് മാറിയപ്പോൾ അങ്ങനെയൊക്കെയാണ് ദൈവം എനിക്ക് പിന്നെയും കുറച്ചുകൂടെ പഠിക്കാനൊക്കെ ഇത് തന്നിട്ടാണ് ശരിക്കും എനിക്ക് സ്നാനപ്പെടാനും ഒക്കെ കഴിഞ്ഞത്. പിന്നെന്ന് വെച്ചാല് ICPFന് ഇത് കഴിഞ്ഞ പിന്നെ 12th റിസൾട്ട് വന്നതൊക്കെ അതൊക്കെയും ശരിക്കും ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്. ഞാൻ ശരിക്കും എല്ലാവരോടും എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ശരിക്കും ഈ 12th സമയത്ത് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഇത് അങ്ങനെ ഫസ്റ്റ് ടേം ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഠിക്കാം, പക്ഷെ സെക്കൻഡ് ടേം ഒന്നും അങ്ങനെ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ റിസൾട്ട് വെച്ചാൽ നമ്മുടെ ശരിക്കും കോവിഡ് പാസ് ആയിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മുടെ 10th 11th 12th ഒക്കെ റിസൾട്ട്സ് കമ്പൈൻ ചെയ്തിട്ട് അങ്ങനെ എടുക്കുക ചെയ്തത്. പക്ഷെ എന്നാലും ദൈവം ശരിക്കും ഞാൻ പോലും പ്രതീക്ഷിക്കാതെ, ഞാൻ പറയുന്ന എക്സാം ഉണ്ടെങ്കിൽ ശരിക്കും എനിക്ക് ഇത്ര മാർക്ക് എന്തായാലും കിട്ടൂല, അങ്ങനെ ദൈവം ശരിക്കും ആരുടെ മുമ്പിൽ ഇതുവരെയും ലജ്ജാപാത്രമായി തീരാൻ ഇടയാക്കാതെ ദൈവം ഇത്രത്തോളം ശരിക്കും വഴി നടത്തി. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ 12th കഴിഞ്ഞിട്ട് 12th കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ ശരിക്കും ഭയങ്കരമായിട്ടൊരു 12th കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ശരിക്കും മുമ്പ് ഡിഗ്രി എടുക്കാം, നോർമൽ ഡിഗ്രി എടുത്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ റിസൾട്ട് വന്നതിന് ശേഷം ശരിക്കും ഡിഗ്രി എന്തിലാ ഡിഗ്രി എടുക്കണ്ടേ, ഇങ്ങനെ വാസ്റ്റ് ആയിട്ട് കിടക്കും. അപ്പം എന്തിലാ ഡിഗ്രി എടുക്കണ്ടേ ഒരു കൺഫ്യൂഷനായി. അപ്പൊ നോക്കുമ്പോ ഞാൻ എന്റെ ഒരു ഇതില് ചിന്തിച്ച് ഞാൻ എന്തായാലും 11th 12th അങ്ങനെയൊന്നും പഠിക്കാൻ പറ്റിയില്ല. അപ്പം എടുത്തത് എന്തായാലും മീൻസ് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഒന്നുകൂടെ ആ ഒരു സമയത്ത് ആ ഒരു ഗ്യാപ്പുള്ള സമയത്ത് റിപ്പീറ്റ് ചെയ്തിട്ട് അത് തന്നെ പഠിച്ചിട്ട് ഒന്ന് നീറ്റ് എഴുതി നോക്കാം, അങ്ങനെ എൻട്രൻസ് എഴുതി നോക്കാം, മെഡിക്കൽ ഫീൽഡിൽ റിസർവേഷന്റെ ഇതിൽ കയറാൻ പറ്റുമോ അങ്ങനെ നോക്കാന്ന് ഞാൻ വിചാരിച്ചു.
അപ്പൊ അങ്ങനെ ആ ഒരു ഇതിൽ ഞാൻ തന്നെ എടുത്ത തീരുമാനം, ഞാനൊന്നും പെട്ടെന്ന് ആലോചിച്ചു, പെട്ടെന്ന് ഇനി സമയമില്ല എന്ന് കണ്ടു. അപ്പം ഞാൻ തന്നെ പെട്ടെന്ന് എന്റെ ഇതിൽ ചിന്തിച്ചു, ഞാൻ അന്ന് ഒന്നും പ്രാർത്ഥിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എൻട്രൻസ് എഴുതി നോക്കാം, ആ സമയത്ത് പഠിക്കാം, അങ്ങനെ വിചാരിച്ച് കുറച്ച് സമയമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ആ സമയത്ത് പഠിക്കാന്നൊക്കെ തീരുമാനിച്ച് അങ്ങനെ ഒന്ന് ഡിഗ്രിക്കൊന്നും നോക്കാതെ ആ സമയത്ത് ഒന്നിലും അപ്ലൈ ചെയ്യാതെ അങ്ങനെ ആ ഒരു ഇതില് നീറ്റിന്റെ ബേസിൽ അങ്ങ് പോയി. പിന്നെ എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു, നോക്കുമ്പോൾ ക്വാളിഫൈ ആയില്ല. അപ്പൊ ഞാൻ ആലോചിച്ചത്, ഞാൻ അന്നേരം പ്രാർത്ഥിച്ചില്ല എന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. മീൻസ് ഞാൻ ആലോചിച്ചു ഇത് തന്നെ ആയിരിക്കും ദൈവഹിതം, ഞാൻ എടുത്ത തീരുമാനം അത് ശരിക്കും ദൈവഹിതം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോയത്. അപ്പം ക്വാളിഫൈ ആവാത്തപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. ഞാൻ ദൈവഹിതത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇന്നത് എന്റെ ഇതില് ഇന്നത് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ദൈവം എന്താണോ എന്നെ പറ്റി ആലോചിക്കുന്നത് അത് മാത്രം. ഇന്നും ഞാൻ പ്രാർത്ഥിക്കും ദൈവഹിതം മാത്രം, എന്താണേലും എന്നെ എവിടെ കൊണ്ടിട്ടാലും അത് അവിടെ ദൈവത്തിന് എന്തേലും പർപ്പസ് ഉണ്ടെങ്കിൽ അത് മാത്രം എന്നിലൂടെ നിറവേറണം എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നേ, ആഗ്രഹിക്കുന്നേ. നമ്മുടെ മനുഷ്യരുടെ ബുദ്ധിയിൽ ശരിക്കും അതിന് നമ്മുടെ ബുദ്ധികൾക്ക്, നമ്മുടെ കഴിവിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ കൃപയില്ലാതെ ഒന്നും, ശരിക്കും ദൈവത്തിന്റെ സഹായം ഇല്ലാതെ ഒന്നും നടക്കാൻ പറ്റൂല എന്ന് ശരിക്കും മനസ്സിലാക്കിയ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതിലൊക്കെയും ദൈവം തന്നെ ഓരോന്നും പഠിപ്പിച്ചെന്ന്. അപ്പൊ കൂടെ ഓരോന്ന് പറഞ്ഞ് സഹായിക്കാനൊക്കെ അമ്മയും പിന്നെ ആ സമയത്ത് ഏട്ടനും ഒക്കെ മറ്റ് ദേവദാസന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ സമയത്ത് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഒരു 2 ദിവസം ഭയങ്കര വിഷമത്തില് നിന്ന്. ഇനിയിപ്പോ 1 വർഷം വേസ്റ്റ് ചെയ്യേണ്ടി വരുമോ, ഇനിയിപ്പം റിപ്പീറ്റിന് ഞാൻ നീറ്റ് എഴുതിയിട്ട് ഒരു MBBS ഡിഗ്രി ആയിട്ട് എടുക്കാം അങ്ങനെ വിചാരിച്ച് ഞാൻ എടുത്തതാണ്. അപ്പം താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ പഠിച്ചിട്ടില്ലല്ലോ. അപ്പം നോക്കി നോക്കാം, ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഇത് നല്ലതാണല്ലോ, അപ്പം അത് നോക്കാം, MBBS എന്തായാലും നോക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. നോക്കുമ്പം ക്വാളിഫൈ ആയില്ല. അപ്പൊ പിന്നെ 2 ദിവസം പിന്നെ 3 ദിവസം ഉപവാസം എടുത്തു. അപ്പൊ ദൈവഹിതത്തിന് വേണ്ടി പിന്നെ ഒരു ദേവദാസിനെ വിളിച്ചപ്പം ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവം തന്നെ പറഞ്ഞു തരും, ദൈവം തന്നെ തക്ക സമയത്ത് അത് വഴികളെ ഒരുക്കി തരുന്ന് ആ ദേവദാസൻ പറയാനിടയായി. അപ്പൊ അങ്ങനെ 3 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ അമ്മ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അമ്മമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറും ഫാമിലിയും, ആ ഡോക്ടർ ശരിക്കും റിസൾട്ട്, ഡോക്ടറിന്റെ മോളും ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു, നീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും എഴുതിയിട്ടുണ്ട് എന്ന് അറിയുന്നതുകൊണ്ട് റിസൾട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അപ്പോഴാണ് ഇങ്ങനെ ഇല്ല, ആ ഡോക്ടറിന്റെ ചേച്ചി ഉണ്ടായിരുന്നു അവിടെ, ഒരു ഷബാന എന്ന് പറയുന്ന ആന്റി. അപ്പൊ ആ ഫാമിലിയോടൊക്കെ ശരിക്കും ഒത്തിരി ഇപ്പം നന്ദിയുണ്ട്. ശരിക്കും ആ ആന്റിയാണ്, എന്താ പറയാ, ആ ആന്റി സംസാരിക്കുവാനിടയാ ആന്റീനോട്. അപ്പം ആന്റി പറഞ്ഞു, എന്താണ് മോക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹം ഇനിയിപ്പം. അപ്പൊ ഞാൻ ആലോചിച്ച്, ഇപ്പം ഇനി ക്വാളിഫൈ ആകാത്തത് കൊണ്ട്, ക്വാളിഫൈ ആയാല് എന്താ റിസർവേഷന്റെ ബേസിൽ എവിടെയെങ്കിലും സീറ്റ് കിട്ടും അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചത്. അപ്പം ഇത് ദൈവഹിതമല്ല എന്ന് തന്നെ, മീൻസ് എനിക്ക് ആ ഒരു ക്വാളിഫൈ ആവാത്തപ്പോ എനിക്ക് തോന്നി ഇത് ദൈവഹിതമല്ല, ദൈവം ആലോചിക്കുന്ന ദൈവത്തിന്റെ വഴി ഇങ്ങനെയല്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ആന്റി, ഏതെങ്കിലും നോർമൽ ഡിഗ്രി അങ്ങനെ എടുക്കാനാണ് ആഗ്രഹം. അപ്പം ആന്റി ഇങ്ങനെ ഓരോന്ന് ചോദിച്ചപ്പം, അപ്പൊ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, എനിക്ക് മുമ്പ് ലിറ്ററേച്ചർ പഠിക്കാന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെയും അത് എനിക്ക് ഇംഗ്ലീഷ് നേർക്ക് അങ്ങനെ ഇത്, നമ്മൾ 12th വരെ പഠിച്ചു എന്നല്ലാതെ ഇംഗ്ലീഷിൽ ഭയങ്കര ഇതായിട്ടുള്ള ആളൊന്നുമല്ല. അപ്പൊ എനിക്ക് ഇംഗ്ലീഷിലോട്ട് പോവാനും ഭയങ്കര ഒരു പേടി, ഒരു മടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അന്നേരം ആ ഒരു സമയത്ത് ആന്റിനോട് പറഞ്ഞത്, ഇംഗ്ലീഷിലൊക്കെ താല്പര്യമുണ്ട്, അങ്ങനത്തെ ഏതെങ്കിലും നോർമൽ ഡിഗ്രി മതി ആന്റി അങ്ങനെയൊക്കെ പറയാനിടയാ. അപ്പൊ ആന്റി പറഞ്ഞു, ഞാൻ നാളെ വിളിക്കാം, മോളോട് ഞാൻ നാളെ വിളിക്കാന്ന് പറഞ്ഞു ആന്റി. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ വിളിച്ച് ഫോണ് കൊണ്ടുവന്നിരുന്നത്. അമ്മയുടെ ഫോണിലോട്ട് ആന്റി ഇങ്ങോട്ട് വിളിച്ച് കൊണ്ടുവന്നിരുന്നത്. അപ്പൊ ആന്റി പറഞ്ഞു, അന്നൊരു ബുധനാഴ്ച കണ്ടായിരുന്നു. അപ്പം ഇത് ഒരു കോളേജിൽ, ഞാൻ മുമ്പ് പഠിച്ച കോളേജാണ്, നല്ല കോളേജാണ്, മൈസൂരിലെത്തിയ ഒരു കോളേജ്. അവിടെ ഇംഗ്ലീഷ് ആൻഡ് ജേർണലിസം ഡിപ്പാർട്ട്മെന്റിൽ 2 സീറ്റ് ഒഴിവുണ്ട്. അപ്പൊ മോക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് പറ, ഞാൻ പ്രിൻസിപ്പൽ മാമുമായിട്ട് സംസാരിച്ച് മോക്ക് അഡ്മിഷൻ ശരിയാക്കി തരാന്ന് പറഞ്ഞു ആന്റി. അപ്പം തന്നെ ഞാനൊരു മൈസൂര് എന്ന് പറയുമ്പോൾ, മുമ്പ് ഞാൻ 12th പഠിക്കുന്ന സമയത്ത് ഞാൻ അന്നേരം ഒരു കൊറോണയുടെ ആ ഒരു പീക്ക് ആ ഒരു കുറഞ്ഞ സമയത്ത് നമ്മുടെ സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്തായിരുന്നു. അന്നേരം ഒരു 3-4 months നമ്മൾ അവിടെ പോയി നിന്നായിരുന്നു. ആ ഒരു സമയത്ത് ഫോൺ വിളിക്കുമ്പോ ഒക്കെ നമ്മളിങ്ങനെ ആലോചിക്കുക ഇനി എന്ത് ചെയ്യണമെന്ന്.
അന്നേരം ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒത്തിരി എൻട്രൻസ് എക്സാം ഉണ്ട്, മറ്റേ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഇങ്ങനെ JNU അതൊക്കെ എഴുതി നോക്കാം, അതൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇത്ര നാള് ഹോസ്റ്റലിൽ നിന്നാ പഠിച്ചത്, ഇനി വീട്ടിൽ നിന്ന് പഠിക്കും, എങ്ങനെ വീട്ടിൽ നിന്ന് പഠിക്കും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച് ശീലിച്ചത് കൊണ്ട് ഇനി വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റുമോ, മീൻസ് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇനിയും ഹോസ്റ്റലിൽ തന്നെ നിന്ന് പഠിക്കാം, അങ്ങനെയായിരിക്കും എന്നാ എനിക്ക് കംഫർട്ടബിൾ, അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു അന്നേരം ഈ എൻട്രൻസിനൊക്കെ അപ്ലൈ ചെയ്യണം, നമുക്കൊന്ന് എഴുതി നോക്കാന്നൊക്കെ ഞാൻ ഫോൺ വിളിച്ചപ്പം പറഞ്ഞപ്പം പിന്നെ അമ്മ പറഞ്ഞു ഇത്ര നാളും നീ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചില്ലേ, ഇനി ഒരു 3 വർഷം ഡിഗ്രി ചെയ്യുന്നതാണേലും 3 വർഷം നാട്ടിൽ നിന്ന് ചെയ്തൂടെ നിനക്ക്, അപ്പൊ എന്നാ നമുക്കും ഒരു സന്തോഷല്ലേ, അപ്പൊ അങ്ങനെ ഇത്ര നാൾ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച ഇനി മോള് വീട്ടിൽ നിന്നോ എന്നൊക്കെ അങ്ങനെ പറയാം. അപ്പൊ ഞാൻ ഓക്കെ എന്നാ ഞാൻ അത് ഡിഗ്രി അത് പുറത്തു പോയി കേരളത്തിന് പുറത്തു പോയി ചെയ്യേണ്ടത് ആ ഒരു സമയത്ത് വേണ്ട എന്നോ ഓക്കെ അങ്ങനെ. പിന്നെ ഇനി ഞാനെന്ന് വെച്ചാല് മീൻസ് അങ്ങനെ എല്ലാവരോടും പെട്ടെന്ന് കമ്പനി ആവുന്ന ഒരാളായിരുന്നില്ല. എനിക്ക് കുറച്ച് സമയം വേണം എല്ലാം മീൻസ് എല്ലാം ഒന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്നേരം വെച്ചാൽ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഇനിയിപ്പൊ നിങ്ങളുടെയൊക്കെ ഇതിലാണ് ഞാൻ ശരിക്കും കംഫർട്ടബിൾ, നിങ്ങളുടെയൊക്കെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ. അപ്പൊ ഇനി അതിനൊരു പുറത്ത് പോകും, ഇപ്പൊ കേരളത്തിന് പുറത്തു പോകുമ്പോയാലും പുതിയൊരു കൾച്ചറാണ് എല്ലായിടത്തും, അപ്പൊ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഫ്രണ്ട്സും പറഞ്ഞു വേണ്ട അങ്ങനെ, മീൻസ് ഇപ്പൊ ഇനി കുറച്ച് നാള് വീട്ടിൽ നിന്ന് പഠിക്കുന്നതെന്നാ, അങ്ങനെയൊക്കെ ഫ്രണ്ട്സും പറയാനിടയായി. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ, അപ്പൊ അതൊക്കെ അന്ന് ഡ്രോപ്പ് ചെയ്തതാ, മീൻസ് കേരളത്തിന് പുറത്ത് പോയി പഠിക്കണ്ട, അങ്ങനെ കുറച്ചാള് ഡിഗ്രി എടുക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് പഠിക്കാന്നൊക്കെ. പക്ഷേ അന്നേരം പെട്ടെന്ന് ആന്റി പറഞ്ഞപ്പോ മൈസൂരിൽ നിന്ന് കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മൈസൂർ ഇനിയിപ്പം, അപ്പൊ ആന്റി പറഞ്ഞത് ഇനി ഇപ്പൊ അഡ്മിഷൻ വേണമെങ്കിൽ തന്നെ ഒരു 4 ദിവസം ഉണ്ട്, ഈ മൺഡേ വന്ന് ജോയിൻ ചെയ്യണം. ഓൾറെഡി ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ടായി. അപ്പം പിന്നെ മൺഡേ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പൊ പെട്ടെന്ന് ആലോചിച്ചിട്ട് വൈകിട്ട് തന്നെ പറയണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കുള്ളിൽ പെട്ടെന്ന് ഒരു ടെൻഷനാ വന്നേ. പക്ഷെ അമ്മ പറഞ്ഞു ഓക്കെ ചേച്ചി കുഴപ്പമില്ല, എവിടെയാണേലും മീൻസ് മൈസൂരില്ലേ ഇവിടെ അടുത്താണ്, അപ്പം കുഴപ്പമില്ല ആന്റി ചേച്ചി ഓക്കെ പറഞ്ഞോന്ന് അമ്മ പറഞ്ഞു. അപ്പൊ അമ്മ ഫോൺ വെച്ചതിന് ശേഷം ഞാൻ അമ്മയോട് എന്താ ഇത് ശരിക്കും, അപ്പം അമ്മ പറഞ്ഞത് ഇത് ശരിക്കും ദൈവഹിതം തന്നെ ആയിരിക്കും. അപ്പൊ നമ്മുടെ ചർച്ചിലത്തെ പാസ്റ്റർ ഒക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ പാസ്റ്ററും പറഞ്ഞു ഇത് തന്നെയാന്ന് തോന്നുന്നു, മീൻസ് ദൈവഹിതം എന്ന് വെച്ചാൽ ഇത് തന്നെയാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ആന്റിക്ക് വിളിക്കാൻ തോന്നൂല, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ. അപ്പം പിന്നെ ഇപ്പൊ ആലോചിക്കും ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശരിക്കും ഞാനന്ന് ഉപവാസത്തിന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ശരിക്കും ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം ശരിക്കും വഴിയൊരുക്കി. അപ്പം ശരിക്കും ഇപ്പം അവിടെ ദൈവം ഒരുക്കിയ സ്ഥലത്ത് നമ്മൾ പോകുമ്പോ എന്ന് വെച്ചാല് ദൈവം ഓൾറെഡി എല്ലാം നമുക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും, എല്ലാ ആൾക്കാരെയും എല്ലാ സൗകര്യങ്ങളും ഒക്കെ. അപ്പൊ നമ്മള് അതെങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മളതെങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത്, അത് ദൈവം നമ്മളെ വിശ്വാസത്തെ ഇതാക്കാൻ വേണ്ടി ദൈവം നമ്മുടെ മുമ്പിൽ തരുന്ന ഓരോ ടാസ്ക് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എനിക്ക് ഓൾറെഡി ദൈവം അവിടെ ഓരോരുത്തരെ, ഹോസ്റ്റലിലാണെങ്കിലും ഒരു റൂം, കുറെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടി എന്നെ സഹായിക്കാൻ, അങ്ങനെ ദൈവം ഓൾറെഡി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ അവിടെ പോയപ്പോ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ശരിക്കും എന്റെ അവിടെയുള്ള ഫ്രണ്ട്സിനോട് പറയും, ഞാൻ ശരിക്കും എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ശരിക്കും ഇവിടെ വന്നാൽ ആരോടും മിണ്ടൂല. ഒന്നാമതേ കന്നഡ അറിയില്ല, അപ്പം പിന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരും. അപ്പൊ എനിക്കാണെങ്കിൽ ഒരു ഇതും ഇല്ല, ഒരു ഐഡിയയും ഇല്ല. അപ്പൊ എനിക്ക് അങ്ങനെ ശീലവും ഇല്ല പുറത്തുപോയി നിന്നിട്ട്. അപ്പം എന്റെ ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ആരോടും മിണ്ടൂല എന്ന് എന്റെ ഒരു ഇത്, എന്റെ സർക്കിൾ, എന്റെ പഠിത്തമായിട്ട് ഞാനിങ്ങനെ ആരോടും ഒന്നും കോണ്ടാക്ട് ഒന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ പോവായിരിക്കും ചെയ്യാന്നൊക്കെ. പക്ഷെ ശരിക്കും ഞാൻ വിചാരിച്ചതിന്റെ ശരിക്കും ഓപ്പോസിറ്റ് ആയിരുന്നു. അവിടെ എല്ലാവരും ഫസ്റ്റ് ഡേ തന്നെ നന്നായിട്ട് മിണ്ടാനും ഒക്കെ നന്നായിട്ട് സംസാരിക്കാനും ഒക്കെ തുടങ്ങി. എനിക്കും അങ്ങോട്ട് മീൻസ് അറിയില്ല, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നേർക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം എന്നാലും ദൈവം ശരിക്കും ആ ഒരു സമയത്ത് റൂമിലായാലും നല്ല ചേച്ചിമാരി നല്ല ഫ്രണ്ട്സിനെ ഒക്കെ ദൈവം ഒരുക്കി തന്നു. ചെറിയ മീൻസ് റൂം കിട്ടാനൊക്കെ ഒത്തിരി ആ ഒരു സമയത്ത് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം ഓൾറെഡി അവിടെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ദൈവം ആ ഒരു സമയത്ത് ഈ ഷബാന ആന്റീന്റെ ഒരു ഫ്രണ്ടിനെ അവിടെ ഹോസ്റ്റലിൽ ശരിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മള് ലേറ്റ് അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ കിട്ടാനോ റൂം കിട്ടാനോ ഒക്കെ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയും അവിടെയുള്ള ഒരു പ്രൊഫസർ മാമിനെ ദൈവം ഒരുക്കി തന്നു. ആ മാം വഴി ശരിക്കും അവിടെ ഒരു റൂം കിട്ടാൻ ദൈവം സഹായിച്ചു.
അപ്പൊ കോളേജ് ആണെങ്കിൽ ഇപ്പം ഞാൻ ശരിക്കും ഭയങ്കര ഹാപ്പിയാണ്. മീൻസ് കോളേജില് ഇത്രയും നല്ലൊരു കോളേജ് ദൈവം ഒരുക്കി തന്നതിന്, പിന്നെ നല്ല നല്ല ഫാക്കൽറ്റീസ്, നല്ല ക്ലാസ്, പിന്നെ നല്ല ഹോസ്റ്റൽ എല്ലാം ദൈവം ശരിക്കും ഒരുക്കി തന്നു. ഞാൻ പോലും പലപ്പോഴും എന്നാ പ്രാർത്ഥന കുറഞ്ഞ് എന്റെ പ്രാർത്ഥനാ ജീവിതം കുറയുമ്പോഴൊക്കെയും പിന്നെയും ദൈവം ശരിക്കും മീൻസ് എന്നെ എത്രത്തോളം ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളത് ദൈവം എനിക്ക് മുമ്പില് മീൻസ് ഒരുക്കി തരുന്ന ഓരോ വഴിയിലൂടെയാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്. അന്നേരം പിന്നെയും ദൈവമേ ഞാൻ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് അകന്നു പോവാൻ ഇടവരില്ലേ, ദൈവത്തോട് കൂടുതലായി അടുക്കാനുള്ള ഒരു സാഹചര്യങ്ങളെ മാത്രം ദൈവം കൊണ്ടുത്തരണേന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇപ്പം അതേപോലെ മൈസൂര് മഹാരാജാസ് കോളേജിൽ അങ്ങനെ ദൈവഹിതമാണെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ മഹാരാജാസ് കോളേജില്, ഗവൺമെന്റ് കോളേജില് ദൈവ അഡ്മിഷൻ ഒരുക്കി തന്നു. അവിടെയുള്ള എല്ലാവരും ഭയങ്കര കെയറിങ് സപ്പോർട്ടിങ് ഒക്കെയാണ്. അപ്പൊ പഠിക്കുവാനൊക്കെയും ദൈവം സഹായിക്കുന്നു. അവിടുത്തെ ലാംഗ്വേജ് പഠിക്കാനും പെട്ടെന്ന് അവിടെ അഡാപ്റ്റ് ആവാൻ എല്ലാമായിട്ടും പെട്ടെന്ന് അഡാപ്റ്റ് ആവാൻ ദൈവം സഹായിച്ചു. ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ട്, പക്ഷെ എന്നാ പോലും ദൈവം ഇത്രത്തോളം എല്ലാവരുമായിട്ട് പെട്ടെന്ന് മിങ്കിൾ ആവാനും ഒക്കെയും മീൻസ് അങ്ങനെ ദൈവം സഹായിച്ചു. ഇപ്പം പ്രാർത്ഥിക്കാനും അവിടെ ഹോസ്റ്റലിലാണേലും മൊബൈൽ അലൗഡ് ആണ് റൂമിൽ. അപ്പം ഇപ്പോഴും ICPF-ന്റെ ഓൺലൈൻ മീറ്റിംഗിൽ കയറാനും അങ്ങനെ മറ്റുള്ള എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിൽ കയറാനും ഒക്കെ ഫോണിലൂടെ ജോയിൻ ചെയ്യാനൊക്കെ ദൈവം സഹായിക്കുന്നു. പിന്നെ ഇത്രത്തോളം എല്ലാവരും മീൻസ് ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ സാക്ഷ്യം പറയുമ്പം അമ്മ പറഞ്ഞു ഒത്തിരി പേര് നമ്മൾ പോലും അറിയാത്ത ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അതൊക്കെയും ഒത്തിരി അനുഗ്രഹമാണ്. ശരിക്കും എന്റെ ഒരു സ്പിരിച്വൽ ലൈഫിന്റെ ഗ്രോത്ത് എന്റെ ഒരു എഫേർട്ടും കൊണ്ടല്ല ഞാൻ വിശ്വസിക്കുന്നത്. മറ്റുള്ളവര് അനേകര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകര് സ്പിരിച്വൽ ലൈഫ് മാത്രമല്ല, മറ്റ് എന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയും ഒരു പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ ഒത്തിരി പേരുണ്ട് പ്രാർത്ഥിക്കാൻ. അപ്പം എല്ലാരോടും ഒത്തിരി നന്ദി പറയുന്നു. മീൻസ് ഇപ്പൊ ഒരുക്കി തന്ന അവസരവും ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ പറയുന്നത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഹിതം മാത്രം എന്നിലൂടെ നിറവേറണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ആരെങ്കിലും പ്രയാസത്തോടെ ആയിരിക്കുന്നവര് ദൈവം ശരിക്കും എന്നിലൂടെ എനിക്ക് ഒരു കഴിവുമില്ല ശരിക്കും പറഞ്ഞാല്. ഇത്രത്തോളം മീൻസ് പഠിക്കാൻ കഴിവ് തന്നിട്ടുണ്ട് ദൈവം പറയും. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യാൻ ഇപ്പം ഞാൻ എന്തെങ്കിലും ഞാനിപ്പോ ഉഴപ്പിയാല് അപ്പം ദൈവനാമാണ് അവിടെ ഇതായി പോകുന്നത്. അപ്പൊ അങ്ങനെയൊന്നും പറ്റാതെ എന്റേന്ന് വീഴ്ചകൾ പറ്റാതെ ശരിക്കും ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെയും നടക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ വേണമെന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം പ്രാർത്ഥിക്കാനും എനിക്ക് കുറച്ചൊന്ന് പ്രാർത്ഥന കുറയുമ്പം അത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന കുറച്ച് കുറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ അമ്മ എന്നോട് വിഷമം പറയുന്നതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ എന്റെ പ്രാർത്ഥന കുറച്ച് കുറയുമ്പോഴായിരിക്കും ഇങ്ങനെ വിഷമം വരുന്നതായിരിക്കെങ്കിലും അപ്പം പിന്നെയും പ്രാർത്ഥനയിൽ ശക്തിപ്പെടുവാൻ മീൻസ് ദൈവം ശരിക്കും ഓരോന്ന് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരുവാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നില്ല, ആ ഒരു സമയത്ത് മനസ്സിലാവുന്നില്ല ദൈവമാണ് ശരിക്ക് പറഞ്ഞിരുന്നത്. പിന്നെ ആലോചിക്കും ഓക്കെ ഇതൊക്കെ ഒരു ദൈവം തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇനിയും ആത്മീയമായിട്ട് വളരുവാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. ഇപ്പോഴും ബൈബിളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി കാര്യങ്ങള്. അതേപോലെയാണ് മൈസൂരില് എനിക്ക് നവോദയയിലായിരുന്നപ്പം ചർച്ചിലൊന്നും പോകാനൊന്നും പറ്റിയില്ല. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇനിയില്ല പുറത്ത് പഠിക്കുമ്പോൾ എനിക്ക് ചർച്ചിൽ പോകാൻ ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ ചർച്ചിൽ പോകാൻ പറ്റണേന്ന് അങ്ങനെ ചർച്ചിൽ പോയി അങ്ങനെ ആരാധിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കിട്ടണേന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോഴും കോളേജിലായിരുന്നപ്പോഴും അങ്ങനെ ചർച്ചിലൊന്നും പോകാൻ പറ്റിയില്ല. ഫസ്റ്റ് അവിടെയുള്ള ഒരു ചർച്ച് കിട്ടാനൊക്കെ ഭയങ്കര പാടായിരുന്നു. ഒന്നും അറിയില്ല, പുതിയ സ്ഥലമാണ്. അപ്പം പിന്നെ പരിചയമില്ല ആരും ഉണ്ടായിരുന്നില്ല വിശ്വാസികളായിട്ട്. അപ്പം പിന്നെയാണ് ഒരു കോളേജിൽ എന്റെ ഫ്രണ്ട് വഴി വേറൊരു ചേച്ചിയെ കോളേജിൽ പഠിക്കുന്ന സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു ചേച്ചിയെ ശരിക്കും അപ്രതീക്ഷിതമായിട്ടാണ് ശരിക്കും ആ ചേച്ചിയെ ദൈവം മുമ്പിൽ കൊണ്ടുവന്ന് തന്നത്. അപ്പം ചേച്ചി ഓർണമെന്റ്സ് ഒന്നും ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ചേച്ചി വിശ്വാസിയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ചേച്ചി വിശ്വാസിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ ആ ചേച്ചിയായിട്ട് ശരിക്കും
എന്താ ഇന്നും ആ ചേച്ചിയെ ദൈവം ഒരുക്കി തന്നു. ശരിക്കും ചേച്ചി പോകുന്ന ചർച്ചില് ചേച്ചി ചോദിച്ചു എന്റെ കൂടെ ചർച്ചിൽ വരുന്നോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓക്കെ അന്ന് ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് ഫസ്റ്റ് സൺഡേസിലൊന്നും എനിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഹോസ്റ്റലിൽ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് ആരാധന വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആരാധനക്ക് പോകാൻ പറ്റണേന്ന്. അപ്പൊ ചേച്ചിയെ തക്ക സമയത്ത് ദൈവം അവിടെ ഒരുക്കി തന്നു. അങ്ങനെ നല്ലൊരു ചർച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ച് ദൈവം അവിടെ ഒരുക്കി തന്നു മൈസൂരിലുള്ള. അപ്പൊ അവിടെ ഇപ്പം ആൾക്കാര് മീൻസ് അവിടുത്തെ ഫാമിലീസ് അവിടുത്തെ അങ്കിള് ഒക്കെ കൂട്ടാൻ വരും. നമ്മുടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന നമ്മുടെ കുട്ടികളെ എല്ലാവരെയും അവര് തന്നെ ഡ്രോപ്പ് ചെയ്യുകയും പിക്ക് ചെയ്യുകയും ഒക്കെ അങ്ങനെ ചെയ്തു വരും. അപ്പൊ അതൊക്കെയും ശരിക്കും ദൈവം ഒരുക്കി തന്ന നല്ല നല്ല സാഹചര്യങ്ങള്. അപ്പം ആരാധന ഇനി മുടക്കാതെ എല്ലാ ആഴ്ചയും പോവാൻ പറ്റണേന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങനെ ദൈവം നല്ല ആരാധന, നല്ല ദേവദാസന്മാരെ, നല്ല ചർച്ച് മെമ്പേഴ്സിനെ അങ്ങനെ എല്ലാം ശരിക്കും അനുകൂലമായിട്ട് ദൈവം ഒരുക്കി തന്നു. ഓരോ സമയത്തും ഇത്രത്തോളം ദൈവമാണ് ശരിക്കും വഴി നടത്തിയത്, ദൈവം സഹായിച്ചത്. പിന്നെ ഇത്രത്തോളം പ്രാർത്ഥനയിൽ ഓർത്ത മീൻസ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി പറയുന്നു. പ്രത്യേകം ഒരുക്കി തന്ന ഈ അവസരം ഒരുക്കി തന്ന അങ്കിളിനോട് പ്രത്യേകം ഒത്തിരി നന്ദി പറയുന്നു. മീൻസ് എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ വിദ്യാഭ്യാസത്തെ ഓർത്തും തുടർന്ന് ഞങ്ങളെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. Thank you so much, Majima. God is having a plan about everybody, but sometimes it may take little time. What direction of the Almighty God is leading you? So, Majima is going in the right way. God is having a plan. I'm pretty sure your testimony will be a lot of deliverance for people, those who are going to different kinds of problems. Thank you for your time. May the Almighty God bless you. Now we are going to hear from the word of God from Pastor Venudas. He's a really mighty man. വേണുദാസ് എന്ന് പറയുന്ന കർത്തദാസിനെ പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞോളട്ടെ.